അവണി പോരിലെ പാവങ്ങൾ പിടയുമ്പോൾ തമ്പുരാനൊന്നുമേ മിണ്ടിയില്ല. കടലിൽ തുറമുഖം പണിയുന്ന മുതലാളി പതിവിനേക്കാളേറെ ധനികനായി. കുട്ടേട്ടാ, ഓ ആയിരിക്കുന്ന രണ്ടുപേരെ മനസ്സിലായി. മൂന്നാമത്തെ ആളാരാ? അത് നിനക്ക് വഴിയെ മനസ്സിലാവും. വെച്ചെന്തേലും അടിയൻ മോഴിഞ്ഞെന്നാൽ പിറ്റേന്ന് റീഡുമായെഴുന്നള്ളിടും. ബോണ്ടിന്റെ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഓരോരോ ഭേദഗതി കൊണ്ടത് കീടും. ഹിസ്റ്ററി വളച്ചെഴുതി പുസ്തകം പൊളിച്ചെഴുതി മിത്തുകൾ ശാസ്ത്രത്തിൻ ബദലുമായി. ഇല്ല ഞങ്ങളിന്നില്ല പിന്നോട്ട് നടക്കുവാൻ, മാറ്റം വരേണം എൻ തമ്പുരാനേ. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താഴുമ്പോ റെയ്ഡ് കളി തന്നെയാ നല്ലത്. സോറി റീനു. ഹായ് റീനു. ഇത്തവണ സ്വിസ് ബാങ്കിലെ എല്ലാ കള്ളപ്പണവും നമ്മൾ പുറത്തുകൊണ്ട് വരും. എന്റെ പൊന്നാദി, ഇതന്നെയല്ലേ 10 വർഷം മുമ്പ് നീ പറഞ്ഞോണ്ടിരുന്നേ? ജസ്റ്റ് കിഡിങ്. പുല്ല് രക്ഷപ്പെടണ്ടായിരുന്നു. കുട്ടടാ, അവിടെ ഇത് മറ്റേ ലവനല്ലേ? അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോലെ. ചേട്ടാ, ആടെന്തിയേ? ആടോ 4-3-7 വ്യൂവേഴ്സുള്ള എനിക്കൊക്കെ ആരെ ആട് തരാനാ? അല്ല, മറ്റേ ആട്. ഓ ആട് അത് മേയാൻ പോയിണ്ട്. നിങ്ങൾ കയറി പോന്നല്ലേ? 10 വർഷം മുന്നേ ഒരുത്തം കുഴി പോയതാ, അവൻ ഇതുവരെ കയറിയിട്ടില്ല. കണ്ടില്ല കണ്ടില്ല നിന്നനവ്. ചേട്ടാ, 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടും. അറ്റ്ലീസ്റ്റ് മണൽ കിടത്തിയ പ്രശ്നമുണ്ടോ? എന്തൊക്കെയാ കുട്ടേട്ടാ ഇവിടെ നടക്കുന്നത്? എടാ, എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ? പറ, എന്തൊക്കെയാ നടക്കുന്നത്? സുഭാഷേ, ഈ വരുന്ന ഏപ്രിൽ 26-ന് നീ നിന്റെ വോട്ടവകാശം നോക്കിയും കണ്ടും വിനിയോഗിച്ചില്ലെങ്കിൽ ദേ കിടക്കുന്ന കുഴിയുണ്ടല്ലോ, അതിലും വലിയ കുഴിയിലേക്കാണ് നീ വീഴാൻ പോണേ.